നമ്മളിന്ന് വറുത്തരച്ച സോയ ചങ്ക്സും ഉരുളക്കിഴങ്ങും കൂടിയുള്ള കറിയാണ് വെക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു കപ്പ് സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. ഈ സോയ ചങ്ക്സ് നമ്മൾ തിളച്ച വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് നേരം കുതിർത്താനായിട്ട് ഇങ്ങനെ ഇടണം. സോയ ചങ്ക്സ് ഇവിടെ ഇരുന്ന് കുതിരട്ടെ. ഇവിടെ ഒരു 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, 4 തക്കാളി എടുത്തിട്ടുണ്ട്, 6 ചെറിയ സവാള, കുറച്ച് കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ആദ്യം തന്നെ ഇത് വറുത്തരച്ച കറിയാണല്ലോ, അപ്പോൾ ആദ്യം നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. നമുക്ക് കുറച്ച് ചുമന്നുള്ളി ചേർക്കാം. ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ചുമന്നുള്ളിയൊക്കെ ചേർത്ത് വറുത്തെടുത്ത് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കുന്നുണ്ട്. തേങ്ങ നല്ലോണം നമുക്ക് ചുമക്കെ വറുത്തെടുക്കാം. നമ്മുടെ തേങ്ങ ഇവിടെ നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്കിപ്പോൾ ഈ സമയത്ത് നമുക്ക് കോരിയെടുക്കാം. സ്റ്റവ് ഓഫാക്കാം. തേങ്ങ നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സോയാബീൻസ് നല്ലോണം കുതിർന്നിട്ടുണ്ട്. ഇവിടെ ഇതൊന്ന് വെള്ളം കളയാനായിട്ടൊന്ന് എടുക്കാം. സോയാബീൻസ് നല്ലോണം നല്ല മയം വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. നമുക്കിതിൽ കുറച്ച് കറുവാപ്പട്ട ചേർക്കാം. ഒരു 7 കരയാമ്പൂവ്. സവാള ചേർക്കാം. കറിവേപ്പില, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. വെളുത്തുള്ളി ഒരു 12 അല്ലി എടുത്തിട്ടുണ്ട്. 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ചതച്ചതാണ്. ഏകദേശം ഒരു സ്പൂണോന്നുണ്ട് ഇഞ്ചി. 1.25 സ്പൂണുണ്ട് ഇഞ്ചി. ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ. ഇവിടെ തേങ്ങ വറുത്ത് നമ്മൾ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം അരച്ചെടുക്കണം. നമ്മുടെ സോയാബീൻസ് ഇവിടെ വേവായിട്ടുണ്ട്. വെന്തിട്ടുണ്ട്. സോയാബീൻസ് വേവ് കുറവാണ്. നമ്മുടെ സവാള ഇവിടെ നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, പൊടികളൊക്കെ നല്ലോണം ചൂടായി വരട്ടെ. ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സോയാബീൻസ് ചേർക്കണം. നമുക്കിനി സോയാബീൻസ് ചേർക്കാം. കുറച്ച് വെള്ളം ചേർക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. സോയാബീൻസ് ഒരു 5 മിനിറ്റ് കിടന്ന് ഒന്ന് വെന്ത് വരട്ടുന്നു. നമ്മുടെ സോയാബീൻസ് വെന്തിട്ടുണ്ട്. ഞാൻ ഉരുളക്കിഴങ്ങ് ഒന്ന് പകുതി വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങായിരുന്നു. അപ്പോൾ നമ്മുടെ സോയാബീൻസ് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ഒരുവിധം വേവായിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചേർക്കാം. പച്ചമുളക് ചേർക്കാം.
നമ്മൾ അരച്ചെടുത്ത വറുത്തരച്ച തേങ്ങ ഉണ്ടല്ലോ, ഈ സമയത്ത് ഇത് ചേർക്കാം. കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. ഇതെല്ലാം കൂടി കിടന്ന് കുറച്ച് നേരം എല്ലാം കൂടെ കിടന്നൊന്ന് വെന്ത് വരട്ടെ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ കറി റെഡിയാവും. നമുക്ക് കറി ഒന്ന് മൂടിയിടാം, ഒന്ന് തിളച്ച് വരട്ടെ കറി. നമ്മുടെ കറി ഇവിടെ റെഡിയായെന്ന് നോക്കാം നമുക്ക്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാകത്തിനെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കാം. സ്റ്റവ് ഓഫായിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കറി പകർത്താം. നമ്മുടെ വറുത്തരച്ച സോയ ചങ്ക്സും ഉരുളക്കിഴങ്ങ് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വറുത്തരച്ച സോയ ചങ്ക്സും ഉരുളക്കിഴങ്ങും കൂടിയിട്ട കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.